ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ഞാൻ തന്നെ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ആമേൻ. ഈ വേദഭാഗം നമ്മൾ പലപ്പോഴും പ്രശ്നമൊക്കെ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. ഇവിടെ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. പ്രബോധനത്തിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്രബോധനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ട അടിയന്തര ഫലം, അല്ലെ? അനന്തര ഫലം എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയണം. പലപ്പോഴും അത് നമ്മൾ ഈ വേദഭാഗത്തു നിന്ന് കേൾക്കാറില്ല, അല്ലെ? അപ്പൊ അവിടെയാണ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വായിച്ച മൊത്തം വേദഭാഗം നമ്മൾ ധ്യാനിക്കുമെങ്കിലും നമ്മുടെ വിഷയം പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം, അല്ലെ? പലപ്പോഴും ദൈവഹിതം അന്വേഷിച്ച് നടക്കുകയാണ് വിശ്വാസികൾ. അപ്പൊ എങ്ങനെയാ ദൈവഹിതം തിരിച്ചറിയേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ധ്യാനം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം നിങ്ങൾ ഇന്നതെന്ന് തിരിച്ചറിയണം. അവിടെ തുടങ്ങാം, പിന്നീട് വേദഭാഗത്തിന്റെ ആരംഭത്തിലേക്ക് കടക്കാം. നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം. നന്മയുള്ളതാണ് ദൈവഹിതം. നന്മ എന്നോട് ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ലതെന്നുള്ളതാണ്. നല്ല വഴി, തിന്മ ഇതിൽ നിന്ന് മാറി നടക്കുന്ന വഴി, അല്ലെ? അപ്പൊ ഏറ്റവും നല്ല വഴി ഏതാണ്? അതാണ് ദൈവഹിതത്തിന്റെ വഴി. ദൈവഹിതത്തിൽ നടന്നാലേ നമ്മൾ നല്ല പാതയിൽ നടക്കുന്നുള്ളൂ. രണ്ടാമത്തേത് പ്രസാദവും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശരിക്കും പ്രസാദം ഉളവാക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പാതയിൽ നടന്നാലേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. അപ്പൊ ഈ പാതയിൽ നടക്കുന്നില്ലെങ്കിൽ, ദൈവഹിതത്തിൽ നടക്കുന്നില്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല, അല്ലെ? പിന്നീട് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണതയുള്ള, തികവുള്ള, അല്ലെ? ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. പൂർണ്ണപ്രസാദമുള്ള, നമുക്കും തികവ് വരും, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്നുളവാകുന്ന പ്രസാദത്തിനും പൂർണ്ണതയുണ്ടായിരിക്കും. ദൈവത്തിന്റെ പൂർണ്ണപ്രസാദമുള്ള ഹിതം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് തിരിച്ചറിയണം. ഇംഗ്ലീഷിലൊക്കെ നോ, അറിയണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ യവനപദം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്രൂവ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവഹിതം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് തിരഞ്ഞെടുത്ത് അനുസരിക്കണം. തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ചിന്താഗതി ഒരു മാനസിക വ്യാപാരം, അല്ലെ? മനസ്സിൽ തിരിച്ചറിഞ്ഞു, ബുദ്ധിപരമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് അതാണ് ദൈവഹിതം. അതിനെക്കുറിച്ചല്ലേ ഈ പറയുന്നത്. ബുദ്ധിപരമായിട്ട് നമുക്കൊരു കാര്യത്തെ ഐഡന്റിഫൈ ചെയ്തു, അതല്ല. ഇവിടെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന യവനപദത്തിന്റെ അർത്ഥം അത് ഇതുതന്നെയാണ്, ഇന്നത് തന്നെയാണ് ദൈവഹിതമെന്ന് അംഗീകരിക്കുക, തിരഞ്ഞെടുക്കുക, അനുസരിക്കുക. അപ്പൊ അതിലൂടെ ഇത് നമ്മുടെ നടപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ അറിവിൽ എനിക്ക് ദൈവഹിതം ഇന്നതെന്ന് പറയാൻ അറിയാമെന്നല്ല. അങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവഹിതം അനുസരിക്കാനുള്ളതാണ്, അതിലൂടെ നടക്കാനുള്ളതാണ്. അതിൽ നടന്നു വേണം നമ്മൾ ദൈവത്തെ ഈ പറഞ്ഞ പൂർണ്ണപ്രസാദം ഉളവാക്കാൻ, അല്ലെ? അപ്പോ ഇവിടെ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരർത്ഥമുണ്ട്. ഈ ദൈവഹിതം തിരിച്ചറിയേണ്ടതാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന, അല്ലെ, അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരർത്ഥമുണ്ട്. ദൈവഹിതം വേണേ തിരിച്ചറിയാതെയൊക്കെ ഇരിക്കാം, അല്ലെ? ദൈവഹിതം തിരിച്ചറിയണം എന്ന് പറഞ്ഞ് പ്രബോധനം കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ദൈവഹിതം അറിയാതെയും ജീവിക്കാനൊക്കെ പറ്റും വിശ്വാസികൾ. അപ്പോൾ അവിടെ നമ്മളൊന്ന് ചിന്തിക്കണം, അല്ലെ? പലപ്പോഴും നമ്മള് ദൈവഹിതം എന്നൊക്കെ പറയുമ്പോൾ പലരുടെയും മനസ്സിലുള്ള ചിന്താഗതി ദൈവം അങ്ങ് വിധിച്ചെങ്കിൽ പിന്നെ അതുപോലെ സംഭവിക്കത്തില്ലേ, അല്ലെ? ദൈവം പറഞ്ഞ പോലെ നടക്കും, ദൈവം പറഞ്ഞ അച്ചട്ടായിട്ട് സംഭവിക്കും. അപ്പൊ അതിനകത്തൊന്നും തിരിച്ചറിയാനൊന്നും ഇല്ലാതെ സംഭവിച്ചോളൂ. അവിടെ ആണ് ഈ കുഴപ്പം കിടക്കുന്നത്, അല്ലെ?
പുതിയ നിയമത്തില് ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞേച്ച് നമുക്ക് ആഴമായിട്ട് ധ്യാനിക്കാം. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യവന ഭാഷയില് ഈ ദൈവഹിതം എന്നുള്ള ഈ ഒരു ആശയം സൂചിപ്പിക്കാൻ 2 യവനപദം ഉപയോഗിക്കുന്നുണ്ട്. ഒരു യവനപദം ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയെ സൂചിപ്പിക്കാനാണ്, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പർപ്പസ്. ആ വാക്ക് അതിനെ ഉപയോഗിക്കത്തുള്ളൂ. അതിന് ആലോചന എന്നാണ് നമ്മുടെ മലയാളത്തിലൊക്കെ, കർത്താവിന്റെ നിർണയം, ആലോചന, ആ വാക്കുകളാണ്. രണ്ടാമതൊരു വാക്കുണ്ട്, അതാണ് ഈ ഹിതം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ കൽപ്പനകളുടെ പാതയാണ് സൂചിപ്പിക്കുന്നത്, ദൈവേഷ്ടം എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയുമുണ്ട്, പിന്നെ ദൈവം കൽപ്പനകളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഹിതവുമുണ്ട്, അല്ലെ? ഈ വാക്കുകളുടെ വേദപുസ്തകത്തിൽ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഈ 2 വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസത്തിന്റെ സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാം. നമുക്ക് ദൈവഹിതത്തെ 3 തരംതിരിച്ച് പറയാം. ഇത് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അപ്പൊ അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. ദൈവഹിതത്തെ വചനത്തിൽ 3 അർത്ഥ തലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവഹിതം എന്നാണ് എല്ലായിടത്തും നമ്മൾ തർജ്ജിമ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലും യവന ഭാഷയെ വായിക്കുകയായിരുന്നെങ്കിൽ ഇത് നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ മലയാളത്തിൽ ഇഷ്ടം, ഹിതം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കണം, നമുക്ക് ഈ അർത്ഥ തലങ്ങൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദൈവഹിതത്തെ തരംതിരിച്ച് 3 രീതിയിൽ പറയാം. ഒന്നാമത്തേത് ദൈവത്തിന്റെ വിധി, ദൈവവിധി, അതായത് ദൈവിക പദ്ധതിയിലെ ദൈവത്തിന്റെ ഹിതം. ഇത് നിത്യമായ, ശാശ്വതമായ, മാറ്റമില്ലാത്ത കർത്താവിന്റെ സർവാധിപത്യത്തിൽ അവൻ മെനഞ്ഞെടുക്കുന്ന പദ്ധതികളെ സൂചിപ്പിക്കുന്നു. നിത്യമായ, ശാശ്വതമായ, മാറ്റമില്ലാത്ത കർത്താവിന്റെ സർവാധിപത്യത്തിൽ അവൻ മെനഞ്ഞെടുക്കുന്ന പദ്ധതികളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ചരിത്രത്തെ മുന്നമേ പ്രസ്താവിക്കുന്നത്. അതിനെന്താ പറയുന്ന പേര്? പ്രവചനം. എന്തുകൊണ്ടാണ് കർത്താവിന്റെ പ്രവചനം തെറ്റിപ്പോകാത്ത? കർത്താവ് ചരിത്രത്തിൽ സംഭവിക്കുന്നതിന് മുമ്പേ പറയും ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. പക്ഷെ അതങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ. മനുഷ്യരുടെ പാപമോ അനുസരണക്കേടോ അവരുടെ സഹകരണമില്ലായ്മയോ ഒന്നും ആ പ്രവചനത്തെ മാറ്റിക്കളയുന്നില്ല. അത് മാറ്റമില്ലാത്ത കർത്താവിന്റെ പദ്ധതിയാണ്, അല്ലേ? നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാവ് 46. ഇപ്പൊ ഞാൻ ഈ വാക്കുകളിൽ പറഞ്ഞ കാര്യം തന്നെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. യെശയ്യാവ് 46, അതിന്റെ 9ഉം 10ഉം ആരെങ്കിലും ഒരാൾ വായിക്കാം. യെശയ്യാവ് 46, 9ഉം 10ഉം. ഇത് മനസ്സിലാക്കുവിൻ, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാൻ ഭാവി കാര്യങ്ങളും ഞാൻ പ്രസ്താവിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രവചനം എന്ന് പറയുന്നത്, അല്ലെ? കർത്താവ് പറയാണ് വേറൊരു ദൈവവുമില്ല, കാരണം ഞാൻ പ്രവചിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. എന്റെ ആലോചന, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ആലോചന, ദൈവത്തിന്റെ പദ്ധതി, കൗൺസൽ എന്നൊക്കെ പറയും, ഡിക്രി. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെ അനുഷ്ഠിക്കും. നമ്മൾ ഈ ദൈവഹിതത്തെ തരംതിരിച്ച് പഠിക്കുമ്പോൾ ഈ ഒന്നാമത്തെ ദൈവഹിതം, ദൈവവിധികൾ എല്ലായിടത്തും നിങ്ങൾ നോക്കിയാൽ ഇതെന്തുകൊണ്ടാണ് അച്ചട്ടായിട്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് നിവർത്തിക്കുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. അതുകൊണ്ടാണ് അനുസരണക്കേടായാലും മനുഷ്യൻ സഹകരിക്കാതിരുന്നാലും ഇത് സംഭവിക്കും, അല്ലെ? ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് ഏതെങ്കിലും മനുഷ്യൻ അനുസരിച്ചുകൊണ്ടാണോ അത് സംഭവിച്ചത്? അല്ല. മനുഷ്യൻ അനുസരിച്ചാലും അനുസരിച്ചില്ലേലും ഒന്നുമില്ല. ദൈവം പറഞ്ഞിട്ട് യേശു ക്രിസ്തു വന്ന് മരിക്കും. യേശു ക്രിസ്തുവിന്റെ 2ാം വരവ് അതും സംഭവിക്കും, അല്ലെ? ചരിത്രം എങ്ങനെ അവസാനിക്കും? കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അവസാനിക്കും, അല്ലെ? അപ്പൊ അത് നിവർത്തിക്കുന്നവൻ കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഒരിക്കലും മാറാത്ത കർത്താവിന്റെ ആലോചനയാണ്, അല്ലെ? എബ്രായ ലേഖനത്തിൽ അങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്, ദൈവത്തിന്റെ മാറാത്ത ആലോചന. ഞാൻ വായിക്കുന്നില്ല അത്. എഫീസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ആ മൊത്തം വാക്യം വേണ്ട, പക്ഷെ അവിടെ ദൈവത്തിന്റെ ഒരു വിശേഷണമുണ്ട്. എഫീസ്യ ലേഖനം 1:11. സഹോദര വായിച്ചേ.
പ്രാപിച്ചു. ആ തന്റെ ഹിതത്തിന്റെ ആലോചന ആ ഇതാണ് നമ്മൾ കേൾക്കുന്നത്. തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം സകലവും പ്രവർത്തിക്കുന്നവന്റെ മതി സകലവും പ്രവർത്തിക്കുന്നവൻ. നമ്മുടെ ദൈവത്തിന്റെ ഒരു വിശേഷണമാണ് തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം സകലവും പ്രവർത്തിക്കും. അതാണ് ദൈവം ചില കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ട്, ദൈവം ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം ചെന്ന് എവിടെ പര്യവസാനിക്കണം? ദൈവ മഹത്വത്തിൽ. അല്ലാതെ അയ്യോ കുറച്ചുപേര് പാപമൊക്കെ ചെയ്തു, സഭ സഹകരിച്ചില്ല, അവസാനം ദൈവ മഹത്വമൊക്കെ പിശാചിന് പോയെന്ന് ഒരിക്കലും ചരിത്രം അങ്ങനെ അവസാനിക്കുകയില്ല. ഇടയ്ക്ക് ചില കാലയളവിലൊക്കെ അന്ധകാര ശക്തികൾ പ്രാബല്യത്തിൽ വരുമെങ്കിലും ചരിത്രം എങ്ങനെ അവസാനിക്കും? കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ മുഴങ്കാലും മടങ്ങി യേശു കർത്താവാണെന്ന പിതാവിന്റെ നാമമഹത്വത്തിനായിട്ട് എല്ലാവരും പറയും. അങ്ങനെ അവസാനിക്കാം. നമ്മുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവസാനിക്കത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? സകലവും അവന്റെ ഹിതത്തിന്റെ ആലോചനയുടെ ഹിതപ്രകാരം സകലവും അവൻ പ്രവർത്തിക്കുന്നു. അപ്പൊ അവിടെയും പ്രവർത്തിക്കുന്നവൻ അവനാണ്. അതാണ് ദൈവഹിതം, അല്ലെ? അതെ, ദൈവത്തിന്റെ വിധികൾ. സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വന്നാട്ടെ. വിഷയം നമ്മൾ പഠിക്കാത്തൊരു വിഷയമായതുകൊണ്ട് ഞാൻ വാക്യങ്ങളെല്ലാം വായിച്ച് സമയമെടുത്ത് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ ആദ്യം 33-ാം സങ്കീർത്തനം 11-ാം വാക്യം. 33:11 വായിച്ചേ സഹോദര. യഹോവയുടെ ആലോചന ശാശ്വതമായും. കേട്ടോ, ആലോചന ശാശ്വതമാണ്. അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി മാറ്റമില്ലാത്ത കർത്താവിന്റെ ആലോചന. അതിന് മാറ്റമൊന്നും വരുത്തില്ല, അല്ലെ? എന്നാൽ വേറെ മാറ്റമുള്ളതുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഇത് കർത്താവിന്റെ ആലോചനയ്ക്ക് ഒരു മാറ്റവുമില്ല. വായിച്ചോ ആ വാക്യം. എങ്കിൽ 115:3 കർത്താവിന്റെ സർവാധിപത്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ്. സങ്കീർത്തനം 115:3 വാക്യം. നമ്മുടെ ദൈവം സ്വർഗത്തിൽ സിംഹാസനസ്ഥനായി ഇരിപ്പുണ്ട്. എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. എന്തു നല്ല വാക്യല്ലേ! അതായത് ഇതൊക്കെ എപ്പോ വായിക്കണമെന്നറിയാം? വല്ലവരൊക്കെ ഒന്ന് ഭീഷണി മുഴക്കുന്നു. കാരണം ഈ 115-ാം സങ്കീർത്തനം വിഗ്രഹാരാധികൾക്ക് എതിരെയുള്ള സങ്കീർത്തനമാണ്. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പണിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ഞങ്ങളുടെ ദൈവം സ്വർഗത്തിൽ ഇരിക്കൊണ്ട് അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ പ്രവർത്തിക്കും. നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, ഒന്നും വരാൻ പോകും, അല്ലേ? അങ്ങനെ നമ്മൾ കർത്താവിൽ വീമ്പ് പറയണം. നമ്മുടെ ദൈവം ചെയ്യുന്നതേ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം കർത്താവിന്റെ അധികാരത്തിന്റെ കീഴിൽ സംഭവിക്കണം. അല്ലാതെ അയ്യോ എന്നും പറഞ്ഞ് നമ്മളാരും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മുടെ പിതാവ് എല്ലാത്തിന്റെ മേല് അവന്റെ ആധിപത്യമുണ്ട്. അത് തന്നെയാണ് ബോധം വന്നപ്പം നെബൂഖദ്നേസർ പറഞ്ഞത്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 35-ാമത്തെ. അന്നത്തെ ഏറ്റവും വലിയ ലോകരാജ്യങ്ങളുടെ അധിപതി, പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ? അമേരിക്കൻ പ്രസിഡന്റ് രാവിലെ എഴുന്നേറ്റ് TV കൂടി ഇത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ അന്നത്തെ സൂപ്പർ പവറിന്റെ രാജാവ് പറയുകയാണ് ബോധം വന്നപ്പം. 4:35. കർത്താവിന്റെ മുൻപിൽ സർവ്വഭൂവാസികളും നാസ്തികം, അതായത് ഇല്ലായ്മ പോലെയാണ്. അവരൊന്നും ജീവിച്ചിരിപ്പില്ലാത്ത പോലെയാണ്, അതൊന്നും കണക്കിലിടാത്ത പോലാണ്. അവൻ ഇഷ്ടം പോലെ, നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ച പോലെ അവൻ ഇഷ്ടം പോലൊക്കെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ വിധികളെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ എന്താണ് ഇങ്ങനെ പ്രവർത്തിച്ച് യേശുവിന് മഹത്വം കൊണ്ടുവരാൻ പോകുന്നു പറയുമ്പം ഇവിടെ ഇരുന്ന് ഒരുത്തം പറയാ അത് പറ്റത്തില്ല എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. ദൈവം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതൊക്കെ തന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു. അവന്റെ കൈ തടുക്കുവാനോ നീ എന്ത് ചെയ്യുന്നു എന്നവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയില്ല. കർത്താവാണ് സർവാധിപത്യമുള്ളവൻ, അല്ലെ? എല്ലാ അധികാരവുമുള്ളവൻ നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വിധികളെ തടുക്കുവാൻ സാധ്യമല്ല. ഇനി ഒരു വാക്യമുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ റോമർ 9:19. ഈ ഹിതം, നമ്മൾ ദൈവവിധി എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ തരം ഹിതം ആർക്കും തടുക്കാൻ കഴിയും. ഇത് സംഭവിച്ചേ മതിയാവൂ, ഇത് നിവൃത്തിയായേ മതിയാവൂ. അല്ല, ഇത് സംഭവിച്ചില്ല കേട്ടോ, അത് അനുസരിക്കാത്തതുകൊണ്ട് നടന്നില്ല എന്ന് പറയാൻ പറ്റുന്നതല്ല ഈ ദൈവവിധി എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ തരം ദൈവഹിതം നമ്മൾ ബൈബിളില് നേരത്തെ പറഞ്ഞതുപോലെ 2 യവന പദമുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുകയാണ്. രണ്ടാമത്തേത് ദൈവകൽപ്പനകൾ. ഒന്നാമത്തേത് ദൈവവിധികൾ, രണ്ടാമത്തേത് ദൈവകൽപ്പനകൾ. അതായത് ദൈവിക നിയമങ്ങളിലുള്ള ഹിതം. നേരത്തെ കണ്ടത് ദൈവിക പദ്ധതിയിലെ ഹിതമാണ്. ഇനി
ദൈവത്തിന്റെ നിയമങ്ങളിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഹിതം. ഇത് കർത്താവ് തന്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അവന്റെ ആഗ്രഹമാണ്, അവന്റെ ഇഷ്ടമാണ്. ഇത് നമ്മൾ സഹകരിച്ച് അനുസരിച്ചില്ലെങ്കിൽ നടക്കത്തില്ല, അല്ലെ? അങ്ങനെയുള്ള വാക്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ആവർത്തന പുസ്തകം 29-ാം അധ്യായം 28-ഉം 29-ഉം വായിക്കാം. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 28-ഉം 29-ഉം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം വെളിപ്പെടുത്തി തരാത്ത കാര്യങ്ങൾ, അത് ദൈവത്തിനുള്ള. നമുക്ക് ദൈവവിധികൾ നമ്മൾ നേരത്തെ കണ്ട കാര്യത്തിൽ പല കാര്യങ്ങളും അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ എന്ന് മരിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അത് ദൈവത്തിന്റെ രഹസ്യ പദ്ധതി പ്ലാനുകളിലൊക്കെ ഉള്ള അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊക്കെ അത് ദൈവത്തിന്. പക്ഷെ നമുക്ക് അടുത്തത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, അതെന്തുവാ? അടുത്ത വാക്യം, അടുത്ത വായിച്ചോ. ആ വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, ഈ കൽപ്പനകൾ, സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് നമുക്കും നമ്മുടെ മക്കൾക്കും ലഭിച്ചിരിക്കും. അപ്പൊ വെളിപ്പെടുത്തി കിട്ടാത്ത ദൈവഹിതമുണ്ട്. ദൈവഹിതത്തിന്റെ ആഴങ്ങൾ, പരപ്പ്, പദ്ധതി, പ്ലാനുകൾ, അതൊക്കെ ഉണ്ട് ഒരുപാട്, അല്ലെ? ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ എല്ലാം അവസാനിക്കുന്നു ചോദിച്ചാലും മൊത്തം ചിത്രമില്ല. ചിലതൊക്കെ ദൈവത്തിനെ അറിയുള്ളൂ, അല്ലെ? ഇപ്പൊ എന്ന് യേശുക്രിസ്തു മടങ്ങി വരും വെളിപ്പെടുത്തി തന്നിട്ടില്ല നമുക്ക് വചനത്തിൽ. അങ്ങനെ ആർക്കും കിട്ടത്തുമില്ലെന്ന് കർത്താവ് പറഞ്ഞു, അല്ലെ? വരുമെന്നറിയാം, അത് അടുത്താണെന്നറിയാം, ഒരുങ്ങിയിരുന്നോണെന്നും അറിയാം. പക്ഷെ എന്ന് കറക്റ്റ് ഇന്ന ദിവസം കുറെ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അത് പറയാൻ നോക്കിയവര്. ചരിത്രം മുഴുവൻ, സഭാചരിത്രം മുഴുവൻ എല്ലാം തെറ്റിപ്പോയതേ ഉള്ളൂ. അവരെല്ലാം അവരെ തന്നെ ലജ്ജാവഹമാക്കി നാറ്റിച്ചു, അല്ലേ? പക്ഷെ അത് കർത്താവിന് വിട്ടുകൊടുക്കുക, അത് മറച്ചു വെച്ചിരിക്കുക ദൈവം, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന സകല വചനവും നമുക്കുള്ളതാകുന്നു. അപ്പൊ ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള ദൈവത്തിന്റെ ഹിതം. എന്താണ്? ദൈവിക കൽപ്പനകളിലൂടെ, നിയമങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ദൈവഹിതം. കുറെ വാക്യങ്ങൾ ഞാൻ ഓടിച്ചങ്ങ് പറയും, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് എടുത്തു വായിക്കുന്നില്ല. 1 തെസ്സലോനിക്കർ 4:3 പറഞ്ഞിരിക്കുന്നു, ഇതാകുന്നു നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം, നിങ്ങൾ എന്താകണം? ശുദ്ധീകരിക്കപ്പെടണം, നിങ്ങൾ ദുർനടപ്പ് വിട്ടുമാറണം, അല്ലെ? അതേപോലെ 1 തെസ്സലോനിക്കറിൽ തന്നെ 5-ാം അധ്യായത്തിൽ 16 മുതൽ 18 പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും കർത്താവിനെ സ്തുതിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം, അതാകുന്നു നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തയേശുവിലുള്ള ദൈവഹിതം, അല്ലെ? ഇതൊക്കെ എപ്പോഴും സംഭവിക്കാറുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ആർക്ക് തടുക്കാൻ പറ്റും? എപ്പോഴും അങ്ങ് നിവർത്തിക്കപ്പെടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മൾ അനുസരിച്ചെങ്കിലേ സംഭവിക്കുന്ന ദൈവഹിതമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കർത്താവിന്റെ 2ാം വരവ് അതൊക്കെ ദൈവം ചെയ്തോളൂ, ദൈവം നിവർത്തിച്ചോളൂ. ഇതങ്ങനല്ല, ഇത് നിവർത്തിക്കുന്നത് നമ്മളാണ്. നേരത്തെ പറഞ്ഞത് ദൈവം നിവർത്തിക്കും, ഇത് നമ്മളാണ്. അപ്പൊ നമ്മൾ നിവർത്തിക്കുന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഈ ദൈവഹിതം നടക്കുന്നില്ല, വേറെ വല്ലവന്റെയും ജീവിതത്തിൽ നടക്കുന്നുണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഇത് നടക്കണമെങ്കിൽ നമ്മൾ മനസ്സ് വെച്ച് അനുസരിക്കണം, അല്ലെ? മീകായുടെ പ്രവചന പുസ്തകം 6:8 നമുക്ക് എല്ലാവർക്കും അറിയാം. മഹേ മനുഷ്യ, നിന്നോട് എന്ത് കർത്താവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? താഴ്മയോടെ നീ നടക്കണം, അല്ലെ? നീതി പ്രവർത്തിക്കണം, അതൊക്കെ. അപ്പൊ യഹോവ എന്ത് വേണമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നീ അനുസരിക്കുമെങ്കിലേ ആ ഹിതം നിവൃത്തിയാകത്തുള്ളൂ. 1 തിമോത്തി 2:4 പറഞ്ഞിരിക്കുക, സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അല്ലെ? അവിടെ ഹിതം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഈ 2ാമത്തെ അർത്ഥത്തിലാണ്. കർത്താവിന്റെ ആഗ്രഹമാണിത്. പക്ഷെ നിവർത്തിക്കണമെങ്കിൽ നമ്മളൂടെ സഹായിക്കണം. ഇപ്പൊ 2 തരത്തിലുള്ള ദൈവഹിതമുണ്ട്. ദൈവവിധികളുമുണ്ട്, 2ാമത്തെ ദൈവിക കൽപ്പനകളുമുണ്ട്. ഇനി 3ാമതൊരു തരം ദൈവഹിതവും കൂടെ ഉണ്ട്. അതാണ് ദൈവാനുവാദം, അല്ലെങ്കിൽ ദൈവിക അനുമതികളിലൂടെ വെളിപ്പെട്ടു വരുന്ന ഹിതം. അതായത് കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവിക കൽപ്പനകൾ അനുസരിക്കാതിരിക്കാനും ദൈവം ചില സമയത്ത് അനുവാദം തരും. അത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവം അനുവദിച്ചു കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് പ്രസാദമുണ്ടെന്നല്ല, അല്ലെ? കുറച്ച് വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. വിലാപങ്ങളുടെ പുസ്തകം, ലാമെന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 31 മുതൽ 33 ഒന്ന് വായിച്ചേ. വിലാപങ്ങൾ 3
31 മുതൽ 33. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. കരുണ തോന്നും. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് കണ്ടോ? കർത്താവ് നമ്മൾക്ക് ബാലശിക്ഷയൊക്കെ തരുമ്പം കർത്താവ് മനസ്സോടെ അല്ലെന്ന് അല്ലെ. പിള്ളേരൊക്കെ ഉള്ള നിങ്ങൾ അപ്പന്മാർക്ക് അറിയാലോ, മനസ്സോടെയാണോ എടുത്തിട്ട് അടിക്കുന്നത്? അങ്ങനെയാണ് ഇന്നും അനുതപിക്കണം അല്ലെ. എങ്ങനെയാ അപ്പം ശരിക്കും അപ്പന്മാരടിക്കുന്നത്? ഇവന് കൊടുക്കണമല്ലോ എന്ന് വേദനിച്ചിട്ടായി അടി കൊടുക്കുന്നത് അല്ലെ. പക്ഷെ അടി കൊടുത്തു അല്ലെ. വിലാപങ്ങൾ അറിയാലോ. യഹൂദ ജനം ബാബിലോണിയരുടെ കയ്യിൽ പോയതിന് നമ്മുടെ യെരമ്യാവ് ഇരുന്ന് കരയുന്നതായി വിലാപങ്ങൾ. അപ്പോ പോയോ? ബാബിലോണിയർക്ക് പോയി. അപ്പൊ അടി കൊടുത്തു. പക്ഷെ ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നു. അപ്പോ ദൈവം ചില സമയത്ത് ആഗ്രഹമില്ലാത്തതും അനുവദിച്ചു കൊടുക്കും. അതാണ് ദൈവാനുവാദം, പെർമിസിവ് വിൽ ഓഫ് ഗോഡ് നമ്മൾ പറയും. അപ്പോസ്തല പ്രവൃത്തികൾ 14:16. അപ്പോസ്തല പ്രവൃത്തികൾ 14:16 വായിച്ച സഹോദരൻ. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴിയിൽ നടക്കുവാൻ സമ്മതിച്ചത്. അത് ദൈവത്തിന്റെ പൂർണ്ണപ്രസാദമായിരുന്നോ? അല്ല. പിന്നെ ദൈവം കോട്ടയെന്ന് വെച്ച് അനുവദിച്ചു അല്ലെ. അതുപോലെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 50:20. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഉൽപ്പത്തി പുസ്തകം 50 യോസേഫ് തന്റെ സഹോദരങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ നിർണയിച്ചത് ദോഷമായിരുന്നു. നിങ്ങൾ നന്മയൊന്നും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ കൊണ്ട് കുഴിയിലിട്ടത്, പക്ഷെ അതിലൂടെ ദൈവം നന്മയായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ ആ യോസേഫിന്റെ സഹോദരന്മാർക്ക് പറയാമോ, കണ്ടടാ ഞങ്ങളന്ന് പ്രവർത്തിച്ചോണ്ടോ ഇന്ന് നീ പ്രധാനമന്ത്രിയായത്, ഇന്ന് കണ്ടോ ഇസ്രായേൽ മക്കൾക്ക് വീണ്ടെടുപ്പ് കിട്ടിയത് കണ്ടോ, ക്ഷാമത്തിന്റെ കാലത്ത് ഇവിടെ വരാൻ പറ്റുന്നത് കണ്ടോ, ഞങ്ങൾ വലിയ മിഷനറി മൈൻഡ് സെറ്റോട് മുന്നമേ ദീർഘവീക്ഷണത്തോടെ എന്ന് പറയാൻ പറ്റും? ഇല്ല, നിങ്ങൾ പ്രവർത്തിച്ചത് ദോഷമായിരുന്നു, പക്ഷെ ദൈവം അത് അനുവദിച്ചു കൊടുത്തു. കാരണം വലിയൊരു നന്മയ്ക്ക് അതൊരു വഴിയാകും. അതുകൊണ്ട് യോസേഫിന്റെ സഹോദരന്മാർക്ക് കൈയൊന്നും കഴിയാൻ പറ്റത്തില്ല, ദൈവം ഹിതമായിരുന്നു ഞങ്ങൾ പ്രവർത്തിച്ചതെന്ന്. അപ്പൊ അനുവാദത്താൽ വരുന്ന ദൈവഹിതം ദൈവത്തിന്റെ അംഗീകാരമായിട്ട് ആരും എടുക്കരുത്. ദൈവം അനുവദിച്ചു എന്നുകൊണ്ടത് ദൈവത്തിന്റെ പൂർണ്ണപ്രസാദമല്ല, ദൈവത്തിന്റെ അംഗീകാരമല്ല. നമ്മൾ എടുത്ത് വായിക്കുന്നില്ല 1 ശമൂവേൽ 8 അങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ രാജാവിനെ ഉണ്ടാക്കിയത്. ഇസ്രായേൽ മക്കളെ കർത്താവ് ഇസ്രായേലിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് വന്നപ്പോൾ കർത്താവിന്റെ ആഗ്രഹം, പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം എന്തായിരുന്നു? ഇവർക്ക് ഒരു രാജാവേ പാടുള്ളൂ, ഞാൻ. ഇവർ ചുറ്റുമുള്ള രാജാക്കന്മാർ, ഇവർക്കൊക്കെ ഒരു കാണാതിരുത്തനുണ്ടല്ലോ, നമുക്ക് ആരുമില്ല, അതൊരു കുറവല്ലേ, നമുക്കും ലോകത്തെ പോലെ ആകാം. ഇന്ന് സഭയിൽ പറയുന്നത് നമുക്കും ലോകത്തെ പോലെ ആകാം. അപ്പോ ശമൂവേലിന് ദുഃഖം വന്നിട്ട് ശമൂവേൽ പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്താ പറഞ്ഞ്, നീ അവര് പറഞ്ഞത് കേട്ടോളാൻ, കാരണം അവര് തഴഞ്ഞത് നിന്നെയല്ല എന്നെയാണ്. അപ്പോ ദൈവഹിതം, ദൈവം അനുവദിച്ചു കൊടുത്ത ഹിതം കണ്ടോ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവഹിതം ഒരു രാജാവും പാടില്ലായിരുന്നു, ദൈവം അനുവദിച്ചു കൊടുത്തത് ആയിക്കോ, ഞാൻ അതിലൂടെയും പ്രവർത്തിക്കാം അല്ലേ. 106 സങ്കീർത്തനം വളരെ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിലൊക്കെ വളരെ ശുഷ്കാന്തി ഉള്ളവർ ദയവ് ഇത് കേൾക്കേണ്ട ഒരു വാക്യമാണ്. സങ്കീർത്തനം 106 13 മുതൽ വായിക്കാം. കാതലായ വാക്യം 15 എന്നാലും അത് വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 106 13 മുതൽ 15 വായിച്ചോ സഹോദരൻ. വേഗത്തിൽ മിസ്രൈമിൽ നിന്ന് കടന്നു വന്ന ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ്. വേഗത്തിൽ അവർ കർത്താവിന്റെ പ്രവൃത്തികളെ മറന്നു, വിസ്മരിച്ചു. ആലോചനയ്ക്കൊന്നും കാത്തിരിപ്പൊന്നുമില്ല. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു. പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചത് ഞാൻ അവർക്ക് കൊടുത്തു. അവിടെ നിർത്തിക്കാൻ ഇങ്ങനെയൊക്കെ നടന്നവന്മാരുടെ സാക്ഷിയുണ്ടോ? ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ കിട്ടിയെന്ന്. അവരുടെ അപേക്ഷ അവൻ കൊടുത്തെന്ന്. ദൈവത്തെ നിന്ദിച്ചു, ദൈവത്തിന്റെ ആലോചനയൊന്നും വേണ്ട, ദൈവത്തെ പരീക്ഷിച്ചു, സൺഡേ വന്ന സാക്ഷ്യം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ കിട്ടിയെന്ന് അല്ലേ. പക്ഷെ വായിച്ചേ, അവൻ അപേക്ഷിച്ചത് കൊടുത്തു, എങ്കിലും അത് മനസ്സിലാക്കണമെങ്കിൽ സംഖ്യാപുസ്തകം 11 അധ്യായത്തിൽ പോണം. നമുക്കൊന്ന് പോവാം, നമുക്കൊന്ന് ഓർമ്മ പുതുക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണേലും പോവാം. സംഖ്യാപുസ്തകം 11 അധ്യായം വായിക്കേണ്ട വാക്യം ഞാൻ പറയാം, പക്ഷെ അവിടുത്തെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് കുറെ നാൾ ഈ മന്ന കഴിച്ചപ്പോ അവർക്ക് മടുത്തു. കാരണം മന്നയ്ക്കൊരു
എരിവുമില്ല പുളിയുമില്ല, അല്ലേ? അപ്പൊ അവരവിടെ ഇരുന്ന് നമ്മൾ വായിക്കണം, നമുക്ക് ചിരി തോന്നും, നമുക്ക് സങ്കടം തോന്നും. സംഖ്യാപുസ്തകം 11 അവർ പറയുന്നുണ്ടോ, അയ്യോ നമ്മുടെ പഴയ മിസ്രൈമിലെ നല്ല വെളുത്തുള്ളിയുണ്ട്. ആരെങ്കിലും വെളുത്തുള്ളി കഴിക്കാൻ ഇഷ്ടമുണ്ടോ? എന്തെങ്കിലും കൊതിച്ചിട്ടുണ്ടോ? രാത്രി കുറച്ച് ഇന്നൊരു വെളുത്തുള്ളി കഴിച്ചില്ലല്ലോ, അല്ലെ? ഇവർ ആ ഗതിയിലെത്തി, മന്നയൊക്കെ എന്തോ വെളുത്തുള്ളി, അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവിനെ വേദനിപ്പിച്ചു, അല്ലെ? മരുഭൂമിയില് ഇത്രയും വർഷം പോയിട്ട് ഒരുത്തിനും വിശന്നിട്ടില്ല, അവന് ഫുഡ് കിട്ടുന്ന തന്നെ വലിയ കാര്യം. ഫ്രീ ഭക്ഷണമാണ്, അതിന് കുറ്റം, അല്ലെ? കുറച്ചു കാലം ഇറച്ചിയൊക്കെ കഴിച്ചിട്ടെന്നൊരു കൊതി വന്നു, അല്ലെ? അപ്പോഴാണ് നമ്മള് സംഖ്യാപുസ്തകം 11:31 വായിച്ചേ. കർത്താവ് പക്ഷെ അവർക്ക് അപേക്ഷിച്ചത് കൊടുത്തു. ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന അപേക്ഷിച്ചപ്പോ കൊടുത്തത്. 31 വാക്യം. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റിനെ കർത്താവ് അയച്ചു. കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. കാട ഇറച്ചി, ഇത്ര വൃക്ഷോ കാട ഇറച്ചി, നല്ല ഇറച്ചിയാ, അല്ലെ? കഴിച്ചവർക്കറിയാം. ആ കാടകളൊക്കെ വന്നിട്ട് പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി നല്ല തോട്ടപ്പുറത്ത് ഇറച്ചിക്കട പോലെ പൊഴിച്ചു കൊടുത്തു. അതാണ് സങ്കീർത്തനക്കാരൻ 106:15 പറഞ്ഞത്, അവരപേക്ഷിച്ചത് അവൻ കേട്ടു. ഇനി 33 വാക്യം. എന്നാൽ പല്ലിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ അത് ചവച്ചിറക്ക് മുമ്പേ തന്നെ ഇറങ്ങിയില്ല, വായിലിരിക്കുക. യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. ഒരു ബാധ പിടിച്ചെന്ന്. എന്തോന്ന് ഈ കോഴി വസന്ത, അങ്ങനെ വല്ല കോഴി ബാധയാണോ, ബേർഡ് ഫ്ലൂ എന്തോ. അവരിറച്ചി പല്ലിന്റെ ഇടയിൽ ഇരുന്നപ്പോഴേ അങ്ങനെ കുറെ പേര് മരിച്ചു. ഈ സംഭവ കഥയാണ് സങ്കീർത്തനം 106:15 പറഞ്ഞിരിക്കുന്നത്. അവരപേക്ഷിച്ചത് അവൻ കൊടുത്തു, എന്നാലും അവരുടെ പ്രാണനെ ക്ഷയം വരുത്തി. ഒന്ന് കളഞ്ഞു എന്നതിന്റെ അർത്ഥം. അപ്പൊ പ്രാർത്ഥിച്ചപ്പോ കിട്ടി. അപ്പൊ അത് ദൈവഹിതമെന്ന് പറഞ്ഞാൽ അതാകണമെന്നൊന്നുമില്ല, അല്ലെ? എത്രയോ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചു, കിട്ടി ബ്രദറെ, ജോലി കിട്ടി, കല്യാണം നടന്നു, വിദേശത്ത് പോയി. ഇതൊക്കെ കിട്ടിയത് കൊണ്ട് അവർ പറയുന്നത് ദൈവഹിതമാണെന്നാണ്. വർഷങ്ങൾ കഴിയുന്നവർക്ക് പറയുന്നത് കിട്ടി പോയിടത്ത് ഒരു ഗുണവും പിടിച്ചില്ല, ഈ കല്യാണം കൊണ്ട് ഒരു ഗുണവും പിടിച്ചില്ല. കാരണം ദൈവഹിതം അല്ലായിരുന്നു, ദൈവം അനുവദിച്ചു കൊടുത്തതായിരുന്നു. കണ്ടോ? അപ്പൊ ദൈവഹിതം എന്ന് പറയുമ്പോൾ 3 തരത്തിൽ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ദൈവത്തിന്റെ പദ്ധതി, ദൈവവിധികൾ. അത് ദൈവം തന്നെ നിവർത്തിച്ചു, നമ്മളൊന്നും ചെയ്യണമെന്നില്ല. ചരിത്രമൊക്കെ ദൈവം പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവസാനം കൊണ്ടെത്തിക്കും. രണ്ടാമത്തത് ദൈവത്തിന്റെ കൽപ്പനകളിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഉപദേശപരമായ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്ന ഹിതം. അത് നമ്മൾ അനുസരിക്കണം. അവിടെയാണ് പൂർണ്ണപ്രസാദമുള്ളത്. ഇനി മൂന്നാമതൊരു തരം ദൈവഹിതവും കൂടെ ഉണ്ട്. ആ ദൈവം ചിലപ്പം നമ്മുടെ പിടിവാശിയെ കാരണം അനുവദിച്ച എന്നാ പിന്നെ പൊക്കോ, അല്ലേ? അത് പക്ഷേ ആ അനുവാദം അംഗീകാരമല്ല. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. റോമർ 12. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഏത് ഹിതമാ, അല്ലെ? ഇതിപ്പോ ദൈവത്തിന്റെ വിധികളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല, അത് സംഭവിച്ചോ, അല്ലെ? നിങ്ങൾ ഈ പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല, അത് സംഭവിച്ചോ. കിടന്നുറങ്ങിയാലും അത് സംഭവിക്കും. അപ്പൊ എന്തായാലും ദൈവവിധികളല്ല. ഇനി ദൈവത്തിന്റെ അനുമതിയുമല്ല. കാരണം അനുമതിയാണ് ഈ പറഞ്ഞ പൂർണ്ണപ്രസാദമില്ല. ദൈവം അനുവദിച്ചു കൊടുക്കുന്നതിന് പൂർണ്ണപ്രസാദമില്ല. അപ്പൊ ഇത് രണ്ടും അല്ലാത്തതുകൊണ്ട് പിന്നെ എന്താ, വ്യക്തമല്ലേ? ഇത് ദൈവ കൽപ്പനകളുടെ, ദൈവത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അനുസരണത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തേണ്ട രണ്ടാമത് പറഞ്ഞ ദൈവഹിതത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് മനസ്സിൽ വെക്കണം. അപ്പോ നമ്മൾ പറഞ്ഞു തുടങ്ങി എന്താ, ചിലരുടെയൊക്കെ ചിന്ത ദൈവം ഇത് തന്നെ അതങ്ങ് നടന്നോളൂ, ദൈവം പറഞ്ഞെങ്കിൽ അത് അച്ചട്ടായിട്ട് സംഭവിക്കും. അത് ദൈവവിധികളാണ്. ഈ പറയുന്ന ദൈവഹിതം ഞാൻ അനുസരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പൊ പലരും തലയെ കൈവച്ച് പലരൊക്കെ പ്രവചിച്ചു കാണും, ഒന്നും നടന്നില്ലല്ലോ, നീ അനുസരിച്ചോ? നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവത്തോട് ഒരു കീഴ്പ്പെടലും സമർപ്പണവും ഉണ്ടേലേ ഈ പറയുന്ന ദൈവീക ഹിതം സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പ്രബോധനം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കടക്കാം. ഈ വായിച്ച വേദഭാഗത്തിന്റെ തുടക്കത്തിലേക്ക് കടക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. മലയാളം ബൈബിളില് വളരെ കാതലായ ഒരു വാക്ക് അവര് തർജ്ജിമ ചെയ്തില്ല, അല്ലേ?
നിങ്ങൾക്കറിയാം റോമർ 12:1 ഇങ്ങനല്ല തുടങ്ങുന്നത്. ഇംഗ്ലീഷിലൊക്കെ എങ്ങനെ തുടങ്ങുന്നത്? therefore. അത് ഇവർ വിഴുങ്ങി. ഇനി പുതിയ തർജ്ജമയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയായിരുന്നു തുടങ്ങേണ്ടേ? ആകയാൽ. റോമർ 12 തുടങ്ങുന്നത് ആകയാൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ എന്താണ്? റോമർ 1 മുതൽ 11 വരെയും സുവിശേഷ സത്യങ്ങൾ പടിപടിയായി ക്രമമായി നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ അത് പഠിപ്പിച്ചിട്ട് പറയുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ദൈവത്തിന്റെ മനസ്സലിവ് അല്ല, ബഹുവചനമാണ്. മനസ്സലിവുകൾ. തിരുവനന്തപുരം ഭാഷയിൽ അത് ശരിയാവത്തുള്ളൂ. മനസ്സലിവുകൾ. വെള്ളങ്ങളൊക്കെ കുടിച്ചാന്ന് ചോദിക്കുക, അതുപോലെ മനസ്സലിവുകൾ അല്ലേ? മെർസീസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ നോക്കി അറിയാം. മെർസീസ് പ്ലൂറലാണ്, ബഹുവചനമാണ്. അപ്പോൾ ഈ 1 മുതൽ 11 വരെയും ഞാൻ ഇത്രയും സമയമെടുത്ത് നിങ്ങളെ പഠിപ്പിച്ച ദൈവത്തിന്റെ മനസ്സലിവുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് പലപ്പോഴും കേൾക്കാറില്ല. കാരണം എന്താ അറിയോ? ഇത് മനസ്സിലാക്കിയാലേ ഇനി പറയുന്ന പ്രബോധനത്തിന് അടിസ്ഥാനം കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ വെറും നേരത്തെ പറഞ്ഞ പോലെ സന്മാർഗ പ്രവൃത്തി അല്ലെ വെറും ഒരു ധാർമ്മിക പ്രവൃത്തിയായിട്ട് അത് അധപ്പതിക്കും. സുവിശേഷ നിമിത്തമുള്ള ഒരു അനുസരണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷ സത്യങ്ങളിൽ അടിസ്ഥാനം ഇടണം. ഞാൻ കർത്താവ് എന്നെ എങ്ങനെ മനസ്സലിവ് കാണിച്ച് സ്നേഹിച്ചു എന്ന് ഓർത്തില്ലെങ്കിൽ ഇനി പറയുന്ന പ്രബോധനം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി സംഭവിച്ചാൽ തന്നെ അത് വെറും ജഡീക പ്രവൃത്തിയായി പോകും, സ്വയനീതിയുടെ പ്രവൃത്തിയായി പോകും. ഈ കർത്താവിന്റെ ദാസൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് സംഭവിക്കണമെങ്കിൽ കർത്താവിന്റെ മനസ്സലിവുകൾ ഞാൻ ഓർക്കണം. എൻ്റെ ഹൃദയം അത് ഓർത്ത് അലിയണം. ഇത് അലിയാത്തോണ്ടാണ് ഇതൊന്നും ആരും അനുസരിക്കാത്ത അല്ലേ? ഞാൻ ഓർക്കണം. റോമർ 1 മുതൽ 11 വരെ ഇങ്ങനെ മനസ്സിൽ കൂടെ പോകണം. ക്രൂശിലെ സ്നേഹം ഞാൻ ഓർക്കണം. നമ്മൾ പാപിയായിരുന്നപ്പോൾ തന്നെ അവൻ വന്ന് മരിച്ചു. നമ്മള് നീതീകരണം, അതായത് പ്രവൃത്തിയാൽ അല്ല വിശ്വാസത്താൽ സൗജന്യമായ നീതീകരണത്തിന്റെ കൃപ നമ്മൾ ഓർക്കണം. നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ദാനത്തിന്റെ ആ വലിയ മഹത്വവും മഹിമയും നമ്മൾ ഓർക്കണം. നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കി തീർത്തിരിക്കുന്നു. നമുക്ക് എന്തുണ്ട്? നമുക്ക് ഒരു ശുഭ പ്രത്യാശയുണ്ട്. അതാണ് റോമർ 8 അവസാനം. നമുക്ക് ഒരു കഷ്ടതയും ഒരു പ്രശ്നവും നമ്മെ ദൈവത്തിന്റെ ഈ മഹാസ്നേഹത്തിൽ നിന്ന് നമ്മെ സെപ്പറേറ്റ് ചെയ്യില്ല അല്ലെ? നമ്മളെ എന്ത് ചെയ്യുന്നത്? വേർപിരിക്കുകയില്ല. അതുകൊണ്ട് എന്താണ്? നിത്യമായിട്ടും ശാശ്വതമായിട്ടും ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ മുൻപിൽ ദൈവം മഹത്വീകരണം വെച്ചിട്ടുണ്ട്. ഏത് കഷ്ടതയിൽ കൂടെ പോയാലും അവിടെ എത്തും. ആ ഒരു സുരക്ഷിതത്വം കൊണ്ട് ഈ മനസ്സലിവുകൾ ദൈവം എത്ര സൗജന്യമായിട്ടും സമ്പന്നമായിട്ടും കവിഞ്ഞൊഴുകിയിരിക്കുകയാണ് അവന്റെ സ്നേഹം നമ്മളിലേക്ക്. ഇത് ഓർക്കും തോറും എൻ്റെ ഉള്ളിലെ മനസ്സ് അലിയണം. അകം അലിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി പറയുന്ന പ്രബോധനം അനുസരിക്കണം. ഇത്രയും ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ എന്തായിരിക്കണം മറുപടി? ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോ ആരാണ്ടോ തമിഴ് പാട്ട് പാടി, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എന്തോ ചെയ്തു. എന്തോ ചെയ്യണം? പലരുടെ ഉത്തരം, എന്നാ പിന്നെ ഉത്തർപ്രദേശിൽ പോവാം, മിഷണറി ആവാം. അവിടെ ഒന്നും അല്ല പൗലോസ് തുടങ്ങുന്നത്. അതൊക്കെ പിന്നെ പലപ്പോഴും അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രതികരണം, കുറച്ച് പൈസ ഇടാം. പൗലോസ് എവിടെ തുടങ്ങുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രത്തോളം ദൈവം നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ എവിടെ തുടങ്ങണം? നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ എവിടെ കേൾക്കാറുണ്ടോ അത് അല്ലെ? ഇത്രത്തോളം കർത്താവ് നമ്മളെ സ്നേഹിച്ചെങ്കിൽ എവിടെ തുടങ്ങണം? ശരീരങ്ങളുടെ ഉടമസ്ഥ അവകാശം ദൈവത്തിന് എഴുതി കൊടുക്കണം. അവിടെ തുടങ്ങാത്തത് കൊണ്ടാണ് ഈ പറയുന്ന മറ്റ് മിഷണറി ആവാം, മറ്റേതാവാം, മറിച്ചാവാം എന്നുള്ള അനുസരണവും നടക്കാത്തത്. ഇവിടെ തുടങ്ങണം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. നമുക്കറിയാലോ, റോമാലേഖനം 1 മുതൽ 11 ഉപദേശപരവും 12 മുതൽ പിന്നെ 16 വരെയും പ്രായോഗിക തലത്തിലേക്കുള്ള ഉപദേശങ്ങളുമാണ്. ഈ പ്രായോഗിക തലത്തിന്റെ ആരംഭം എവിടാണ്? ശരീരത്തെ കൊടുക്കുക. എന്നിട്ട് ഞാൻ ബാക്കിയൊക്കെ പഠിപ്പിക്കാം. ഇതാണ് ഒന്നാമത്തെ പാഠം, ഇതാണ് ഒന്നാമത്തെ പ്രതികരണം അല്ലെ? ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇവിടെ ആരംഭിക്കാത്ത ഒരു ശിഷ്യത്വ ശുശ്രൂഷയും ഒരു വിശുദ്ധി ശുശ്രൂഷയും ഫലിക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ആരംഭിക്കണം.
എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇതാണ് നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധന. അത് മലയാളത്തിൽ തർജ്ജമയിൽ തെറ്റിപ്പോയി. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ ബുദ്ധിഹീനമായ ആരാധനയുണ്ടോ? ബുദ്ധിയെക്കാൾ ഇവിടെ ഉപയോഗിക്കേണ്ട വാക്ക് യുക്തി, ലോജിക്കൽ. കർത്താവ് ഇത്രത്തോളം എന്നെ സ്നേഹിച്ചെങ്കിൽ യുക്തിപരമായി അനുയോജ്യമായ പ്രതികരണം എന്തായിരിക്കണം? ആരാധന എന്തായിരിക്കണം? ശരീരത്തെ കൊടുക്കണം. പറയുന്നത് യുക്തിപരമായ ആരാധന. അതായത് ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിച്ചെങ്കിൽ ആരാധന എവിടെ ആരംഭിക്കണം? പാട്ടുപാടുന്നതല്ല ആരാധന, അത് പിന്നീട്. ശരീരങ്ങളെ ഒന്നാമതായിട്ട് യാഗമായിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ശരീരം പാട്ട് പാടണം. അപ്പോഴാണ് ദൈവമഹത്വം. അല്ലേ? നമ്മൾ ഈ മിഷൻ ഫീൽഡിലൊക്കെ പോകുമ്പോൾ ഇതേ പാട്ടൊക്കെ തന്നെയാണ് ഇത് പാടുന്നത്. പക്ഷെ അവിടെ എന്താ ഒരു തീ കൂടുതൽ. അത് എല്ലാ ശരീരമൊക്കെ കൊടുത്തേച്ച് വന്നിരിക്കുന്നവര് അവരിതേ പാട്ടൊക്കെ തന്നെ പാടുന്നത്. അവിടെ ചിലപ്പോൾ കീബോർഡും കാണത്തില്ല, ഒന്നും കാണത്തില്ല. പക്ഷെ ശക്തമായ ദൈവ സാന്നിധ്യം. എന്താ? ദൈവം പ്രസാദിക്കുന്ന ആരാധന. ഇവിടെ പാട്ട് മാത്രമേ ഉള്ളൂ, ബഹളം മാത്രമേ ഉള്ളൂ, പക്ഷെ ശരീരം കൊടുത്തിട്ടില്ല. അല്ലെ? അപ്പോ ദൈവത്തിന് കൊടുക്കേണ്ട യുക്തമായ പ്രതികരണം, ഇത്രത്തോളം എന്നെ സ്നേഹിച്ച ദൈവത്തിന് ഒന്നാമതായിട്ട് ഞാൻ കൊടുക്കേണ്ട യുക്തമായ പ്രതികരണം, ആരാധനയുടെ ആരംഭം എന്താണ്? എൻ്റെ ശരീരത്തെ ഞാൻ കർത്താവിന് എഴുതി കൊടുക്കണം. നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ഭാവം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ നുണ പറയുന്നു, അല്ലെ? അത് മാറ്റിത്തരണം. ബാക്കിയൊന്നും തൊടൂല. ഇപ്പൊ ജിമ്മിലൊക്കെ പോയവർക്കറിയാം. അവിടെ ജിമ്മിലെ ചേട്ടാ, എനിക്ക് ഭയങ്കര കുടവയറെന്ന് കുറച്ച് തരും. കുടവയർ മാത്രമായിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല, അല്ലെ? അറിയാതെ സ്നോ സ്പോട്ട് റിഡക്ഷൻ. എൻ്റെ കയ്യിൻ്റെ ഇവിടെ ഒരു മസിലുണ്ട്, അതൊന്നും വലുതാക്കി, അങ്ങനൊന്നും പറ്റില്ല. ശരീരം ഒന്നടങ്കമായിട്ട് നമ്മൾ പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ എനിക്ക് നാവിലൂടെ പാപം വരുന്നു, എൻ്റെ കയ്യിലൂടെ പാവം വരുന്നു, കണ്ണിലൂടെ പാവം വരുന്നു, ലൈംഗിക അവയവത്തിലൂടെ പാവം വരുന്നു. നീ മൊത്തം ശരീരം കൊടുത്താലേ ഇതിലേതെങ്കിലും ഒന്നിലുള്ള പാവം കളയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായ എന്തുകൊണ്ടാണ് ശരീരത്തിലെ പല ഭാഗങ്ങളും ഇതുവരെ പോവാത്ത? മൊത്തം ശരീരം എഴുതി കൊടുത്തിട്ടില്ല. നമ്മളിങ്ങനെ അത് ഇത്രയും തരാൻ കർത്താവ്, ഇവിടുത്തെ ഒരു ഭാവം മാറ്റിക്കോ, മറ്റേ ഭാവം ഒന്നും തൊടണ്ട. അങ്ങനെ പറ്റത്തില്ല. ശരീരം ഒന്നടങ്കം നിങ്ങൾ യാഗമായി സമർപ്പിപ്പിൻ. യാഗത്തിന്റെ പ്രത്യേകത എന്താ? ജീവനുള്ള യാഗം, അല്ലെ? അത് യുക്തിക്ക് യോജിച്ചല്ലേ? ജീവനുള്ള യാഗം, അല്ലെ? യാഗം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ച ഒരു മൃഗം യാഗപീഠത്തിലിരിക്കുന്നു, അല്ലെ? പക്ഷെ ഇത് മരിച്ചിട്ടൊന്നുമില്ല, ജീവനോടെ കയറി കിടക്കുക. എന്താ അതിന്റെ അർത്ഥം? മരിച്ചതുപോലെ ഈ ശരീരത്തിന്റെ മേൽ ഇനി എനിക്കൊരു അധികാരവുമില്ല. മരിച്ചതുപോലെയാണ്, അല്ലെ? ഇപ്പൊ മരിച്ചു കിടക്കുന്ന ആളുകളെ കണ്ടില്ലേ? ചിലപ്പോൾ ഈച്ചയൊക്കെ മൂക്കിൽ കൂടെ ഒക്കെ പോകും. അയാൾ എഴുന്നേറ്റ് തുമ്മുമോ? തുമ്മിയ നമ്മളെല്ലാം ഓടും, ഭൂതം, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ചിലപ്പോൾ മൂക്കിൽ? അപ്പൊ നമ്മൾ ഒരാളെടുത്ത് വൈപ്പ് ചെയ്യും, അല്ലെ? സൈഡിലൊക്കെ ഇരിക്കുന്നവർ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവർ പറഞ്ഞു വേണ്ട, അവിടെ വേർപ്പൊക്കെ ഉണ്ട്, തുടയ്ക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും, അല്ലേ? പിന്നെ മുത്തം കൊടുക്കുമ്പോഴും തുടയ്ക്കാനൊക്കെ പറയും. കാരണം ചെയ്യാതെ തുടയ്ക്കൂല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന്റെ മേൽ നമുക്കിനി അധികാരമില്ല. ഇത് ദൈവത്തിന്റെ വിശുദ്ധ ആലയം എന്നല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യരിലെ 2 പ്രാവശ്യം പൗലോസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയം? 2ഉം പറയുന്നുണ്ട്, അല്ലെ? 1 കൊരിന്ത്യർ 3 പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 6 പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ മന്ദിരമാണ്, ആലയമാണ്. അതായത് എനിക്കിനി അതിലൊരു അധികാരമില്ല. അതാണ് ജീവനുള്ള യാഗം. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധമായ യാഗം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടത്, സെറ്റ് അപ്പാർട്ട് എന്നുള്ള അർത്ഥമാണ്, അല്ലെ? ഇപ്പൊ പഴയ നിയമത്തിലെ ആലയത്തിൽ ചില പാത്രങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് അയ്യോ വീട്ടിൽ പാത്രങ്ങളൊക്കെ, ആ പാത്രം ഇങ്ങോട്ട് എടുത്തുണ്ടോ, മറ്റേ ആലയത്തിൽ ഇരിക്കുന്ന പാത്രം, അതിലോട്ട് കുറച്ച് മാവ് ഒഴിക്കട്ടെന്ന് പറഞ്ഞാൽ മോശം വന്ന് 2 അടി തരും, അത്രയേ ഉള്ളൂ, അല്ലെ? അതെന്താണ്? ഇവിടെ പാത്രമൊന്നുമില്ല, അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു പാത്രം എടുക്കാൻ പറ്റത്തില്ല. ആ പാത്രം ദൈവത്തിന്റെ വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ, അല്ലേ? അതായത് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പാത്രമല്ല അത്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈ ശരീരവും മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് സാധാരണ ലൗകിക മ്ലേച്ഛ പാപ ഒരു പരിപാടിക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ദൈവം വില കൊടുത്ത് വീണ്ടെടുത്തിരിക്കുകയാണ്. ഇതിനി നിങ്ങളുടെ അല്ല, അല്ലെ? അപ്പൊ ഈ ശരീരം ഞാൻ എന്ത് ചെയ്യണം? പാപത്തിന് കൊടുക്കരുത്, സ്വന്തം ഹിതത്തിന് കൊടുക്കരുത്, മതപരമായ ഭക്തി നിമിത്തം സ്വയനീതി പ്രവർത്തിക്കാനും കൊടുക്കരുത്. ഇതെല്ലാം സുവിശേഷത്തെ നിഷേധിക്കുന്നതിനാണ്. പാപത്തിന് കൊടുക്കരുത്, അല്ലെ? സ്വന്തം ഹിതം ചെയ്യാൻ കൊടുക്കരുത്. നമ്മൾ യെരമ്യാവിൽ വായിച്ച ഓർമ്മയുണ്ടല്ലോ,
വിഗ്രഹാരാധനയെക്കാളും വലിയ പാപം ഏതാണ്? നിങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ സ്വന്തം ഹിതത്തിന് കൊടുക്കരുത്. അത് ചിലപ്പോൾ വലിയ പാപമാണെന്നൊന്നും തോന്നത്തില്ലായിരിക്കും, അല്ലേ? ഇപ്പൊ നാളെ പരീക്ഷയാണ്, ഇന്നിരുന്ന് ഞാൻ കുറെ നേരം പാട്ടും പാടിക്കൊണ്ടിരുന്ന അത് സ്വന്തം ഹിതമാണ്. നീ പോയി പഠിക്കണം, നീ വിശ്വസ്തത കാണിക്കണം, അല്ലേ? അത് ജോലി സമയത്ത് ഇറങ്ങി ഞാൻ സുവിശേഷ വിലയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ നീ രാജിവെച്ചിട്ട് പോവാ, അത് വേറെ കാര്യം. നീ ജോലി സമയത്ത് ജോലിക്കൊന്നും പോകുന്നതിന് സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഹിതമായിപ്പോയി, സ്വന്തം ഇഷ്ടമല്ല. അപ്പൊ പാപത്തിന് കൊടുക്കരുത്. ഇനി പാപമായിട്ടൊന്നും തോന്നാത്ത വലിയ വിശുദ്ധ കാര്യമാണെങ്കിലും സ്വന്തം ഹിതമല്ല. മൂന്നാമത്, മതപരമായ ഭക്തി നിമിത്തം സ്വയനീതി പ്രവർത്തിക്കാൻ കുറെ സൽപ്രവൃത്തിയൊക്കെ ചെയ്ത് ഞാൻ സ്വർഗത്തിൽ ചെല്ലും എന്നുള്ള ഗലാത്യ സഭയ്ക്ക് സംഭവിച്ച അതിലും പോയി പെടരുത്. അപ്പൊ ഈ ശരീരത്തിന് കൊടുക്കണം, കർത്താവിന് കൊടുക്കണം. പൂർണ്ണപ്രസാദമുള്ള തന്റെ ഹിതം ചെയ്യാൻ മാത്രം മാറ്റി വെച്ചിരിക്കുന്നു. നമ്മൾ മലയാളത്തിൽ പറയുന്നത് പ്രതിഷ്ഠിക്കപ്പെട്ട, കോൺസിക്രേറ്റഡ് ടെമ്പിൾ, അല്ലെ? നമ്മൾ ചിലപ്പോൾ ഒക്കെ ആലയം പണിയുമ്പോൾ ഒരു ബിൽഡിംഗ്, പക്ഷെ ആ ബിൽഡിംഗ് മാത്രം പോരാ, അതിന് നമ്മൾ പിന്നെ ഒരു പ്രതിഷ്ഠാ ദിവസം ഉണ്ടല്ലേ, ഇന്ന് മുതൽ ഇത് മാറ്റി വെച്ചിരിക്കണം. അതുവരെ ചിലപ്പോൾ നമ്മൾ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തെങ്കിലും ജോലിക്കാർ വരും, പെയിന്റ് ചെയ്യും, അതൊക്കെ ചെയ്യുമായിരിക്കും, അല്ലെ? അവിടെ ചിലപ്പോൾ ഒരു സിഗരറ്റും വലിക്കും, ബീഡിയും വലിക്കും. ഇത് ആലയമാണെന്ന് പറഞ്ഞാൽ ഒന്നും അമ്മമാർ നിർത്താൻ പോകുന്നില്ല, അല്ലേ? പക്ഷെ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെച്ചു, കർത്താവിന് വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെ ശരീരങ്ങൾ പ്രതിഷ്ഠിക്കണം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ സുവിശേഷം പറഞ്ഞാൽ എത്രയോ നാളായി നമ്മുടെ ശരീരം പ്രതിഷ്ഠിച്ചോ? നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കണം, അയ്യോ, ഇത് ഒന്നാമത്തെ പ്രതികരണമാണ്. നിങ്ങളുടെ യുക്തമായ ആരാധനയാണ്, അല്ല പാട്ട് പാടുന്നതല്ല യുക്തമായ ആരാധനയുടെ ആരംഭം. അത് പിന്നെ പാട്ട് പാടണം, പക്ഷെ ആദ്യം എവിടെ തുടങ്ങണമായിരുന്നു? ഇവിടെ തുടങ്ങണം, അല്ലേ? അപ്പോ ദൈവത്തെ നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നെങ്കിൽ എവിടെ തുടങ്ങണം? ശരീരങ്ങളുടെ എല്ലാ ഉടമസ്ഥാവകാശവും കർത്താവെ ഇന്നു മുതൽ നിനക്കാകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിങ്ങളോട് എല്ലാവരും പറഞ്ഞു, രാവിലെ തോറും എഴുന്നേറ്റ് 3 പ്രാർത്ഥന പ്രാർത്ഥിക്കണം, അല്ലേ? രക്തത്താൽ എന്നെ കഴുകിയാട്ടെ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചാട്ടെ, വചനത്താൽ എന്നെ ശുദ്ധീകരിച്ചാട്ടെ. ഇതിന് മുൻപേ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇത്. അത് പിന്നെ പ്രാർത്ഥിക്കാം. അതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? കർത്താവേ സ്തോത്രം, എന്നെ ഇത്രത്തോളം സ്നേഹിച്ചതിനായി സ്തോത്രം. സുവിശേഷത്തിന് ഇന്നേ ദിവസം ഈ ശരീരം ഞാൻ നിനക്ക് തരും. പാപത്തിനല്ല, സ്വന്തം മോഹത്തിനല്ല, സ്വയനീതിക്കല്ല, വേറെ ഒരു പരിപാടിക്കുമല്ല, പിശാചിനുമില്ല, ലോകത്തിനുമില്ല, എനിക്കുമില്ല. ഈ ശരീരം നിനക്കായി തരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് എന്നും ഇത് എല്ലാ ദിവസവും പ്രതിഷ്ഠാ ദിവസമാണ് ശരീരം. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും വീണ്ടും തരുന്ന ശരീരം, വീണ്ടും തരുന്ന ശരീരം. അങ്ങനെ ശരീരങ്ങളെ നമ്മൾ കൊടുക്കണം. അതാണ് നമ്മുടെ യുക്തമായ ആരാധന, പ്രായോഗിക ഉപദേശത്തിലെ ഒന്നാമത്തെ കൽപ്പന, അല്ലേ? ഇനി അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കും, നമുക്ക് സമയമില്ല പൂർണ്ണമായിട്ട് ധ്യാനിക്കാൻ. ചേർന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടണം. അവിടെയാണ് വചന ധ്യാനവും മറ്റ് ആത്മീക ചിട്ടകളും ഒക്കെ കടന്നു വരുന്നത്. പക്ഷെ നമ്മുടെ വിഷയം ദൈവഹിതമായതുകൊണ്ട് ഞാൻ അങ്ങ് ചേർത്ത് പറഞ്ഞു പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് എങ്ങനെയാണ് വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് രൂപാന്തരം വരുത്തുന്നത്. അതൊക്കെ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 1 തെസ്സലോനിക്കർ നമ്മൾ ആ വാക്യം വായിച്ചത് 2:13, അല്ലേ? വിശ്വസിക്കുന്ന നിങ്ങളിൽ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, വചനത്തിന്റെ ക്രിയ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്നും വചനം ധ്യാനിച്ച് നമ്മുടെ മനസ്സ് പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കണം. ലോകത്തോട് അനുരൂപരാകരുത്. ലോകത്തിൻ്റെതായ ചിന്താഗതികളൊക്കെ നമുക്കുണ്ട് ഇപ്പോഴും. അതിൽ നിന്ന് നമ്മൾ വേർപെട്ടുകൊണ്ടിരിക്കണം. വചനം നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ട് നമുക്ക് പുതുക്കം വരണം. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നവരാണ്. പിതാവിന്റെ മഹത്വവും പിതാവിന്റെ ഹിതവും മാത്രം ചെയ്തു നടന്ന യേശുവിനെ പോലെ ആയിരിക്കണം നമ്മുടെ ചിന്താഗതി. അങ്ങനെ രൂപാന്തരം നമ്മുടെ അകത്തെ മനുഷ്യനും കടന്നു വരണം. അപ്പം നമ്മുടെ വിഷയം എന്തായിരുന്നു? എങ്ങനെ ഈ പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം അറിയാം? അതിന് പൗലോസ് പറയാണ്, ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുക, മനസ്സ് പുതുക്കം പ്രാപിക്കുക, ലോകത്തിൽ നിന്ന് അകന്നിരിക്കുക അല്ലെങ്കിൽ അനുരൂപരായിരിക്കുക. ഇത് മൂന്നും കൂടെ സമം ഈക്വൽ ടു പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവഹിതം തിരിച്ചറിയാൻ പറ്റാത്ത? ശരീരങ്ങൾ യാഗമായിട്ട് കൊടുത്തിട്ടില്ലായിരിക്കാം, ഇനി കൊടുത്തെങ്കിൽ തന്നെ മനസ്സ് പുതുക്കം പ്രാപിക്കുന്നില്ലായിരിക്കാം, ലോകത്തോട് അനുരൂപരായിരിക്കുകയായിരിക്കാം. ഈ 3 ഘടകങ്ങളും ശ്രദ്ധിച്ചാലേ പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം എന്നതെന്ന് നമുക്ക് സ്വമേധ അറിയാൻ പറ്റുമെന്ന്.
ഇന്ന് പലപ്പോഴും പലരും ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അലസരായിരുന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ വേറൊരു ആൾക്ക് പണി കൊടുക്കും. വല്ല പാസ്റ്ററെയോ പ്രവാചകനെയോ വിളിച്ചിട്ട് പാസ്റ്റർ പറയാനല്ല, നിങ്ങളാദ്യം അറിയണം. പാസ്റ്ററോ പ്രവാചകനോ ദൈവം ചിലപ്പോൾ അയക്കും അതൊന്ന് ഉറപ്പിക്കാൻ, ഒരു കൺഫർമേഷനായിട്ട്. പക്ഷെ അറിയേണ്ടത് നിങ്ങളാണ്, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ പിള്ളേര് നിങ്ങളോടൊന്നും മിണ്ടത്തില്ല. ഞാൻ അപ്പുറത്തെ അങ്കിളിനോട് ചോദിച്ചു, അങ്കിളെ ഒന്ന് പോയി അപ്പന്റെ ഹിതം എന്തുവാന്ന്, നിങ്ങൾക്ക് എന്ത് തോന്നും? നല്ല മോൻ. നമ്മൾ അവരോട് ചോദിക്കണം, നിന്റെ പിതാവ് അതാണോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, നിന്റെ പിതാവ് ആ പാസ്റ്ററാണോ അതോ ഞാനാണോ? അല്ലേ? നമ്മൾ പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിലാണ് എല്ലാവർക്കും ആത്മാഭിഷേകം ലഭിച്ച് നമ്മുടെ പിതാവിനെ വ്യക്തിപരമായി അറിയുവാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ പറയുന്നില്ല, മറ്റേ പഴയ നിയമത്തിൽ അവർ പറഞ്ഞു, മോശെ നീ പോയി സംസാരിക്കുക ദൈവത്തോട്, ഞങ്ങൾക്ക് അടുക്കാൻ വയ്യ, ഈ ദൈവം നമുക്ക് പറ്റത്തില്ല, എല്ലാം കൂടെ കണ്ട മറ്റേ മലയൊക്കെ കത്തിയിരിക്കുന്ന ഒരു പട്ടിയെ കണ്ട് അതേ കൂടെ പോയി അതും ചത്തു, നീ പോയി സംസാരിച്ചിട്ടിങ്ങ് വന്നാൽ മതി. അല്ലേ? നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഔട്ട്സോഴ്സ് ചെയ്തിരിക്കും. ഇന്ന് പലരും സഭയെ കടന്നു വരുന്നത് സൺഡേ ദൈവ ശബ്ദം കേൾക്കും, പിന്നെ മൺഡേ ടു സാറ്റർഡേ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ പാസ്റ്റർമാർക്കും പൂർണ്ണ സമയ ശുശ്രൂഷകർക്കും അങ്ങ് എഴുതി കൊടുത്തിരിക്കുക നമ്മുടെ ആത്മീയത വളരത്തില്ല. അങ്ങനെ ഇത് പ്രചോദനമാണ്, ഒരു പ്രബോധനം മാത്രമാണ്. നിങ്ങളാണ് ജീവിക്കേണ്ടത്. നമ്മൾ ആദ്യം കണ്ട ഓർമ്മയല്ലോ, നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവകൽപ്പനയുടെ ഹിതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അനുസരിച്ചാൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കും, നിങ്ങൾ അനുസരിച്ചാലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ അനുസരിക്കാതെ ചുമ്മാ കേട്ടോണ്ടിരുന്ന അങ്ങനെ ഈ പ്രോക്സി ക്രിസ്ത്യാനിറ്റി എന്ന് പറയും, അത് പറ്റത്തില്ല. നമ്മൾ വേറൊരുത്തനെ വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്യാൻ, അല്ലെ? ചിലരൊക്കെ ഈ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്ന സാധനം ഒപ്പിട്ട് കൊടുക്കും, എന്റെ സ്ഥാനത്ത് വല്ലോ ലീഗൽ കാര്യങ്ങളൊക്കെ ഒപ്പിടാൻ. അങ്ങനത്തെ പരിപാടിയൊന്നും ആത്മീയതയിലില്ല. കർത്താവ് ഞാനില്ല, എല്ലാം താണ്ട് ഇയാളോട് പറഞ്ഞു, താണ്ട് എന്റെ പ്രവാചകൻ എന്നോടുള്ള എല്ലാ ദൈവം ഇതൊന്നാണ് ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങേര് മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ 5 മിനിറ്റ് കൂടുതൽ പ്രാർത്ഥിക്കുന്നു. എന്തൊരു ശോകാവസ്ഥയാണ്, അല്ലേ? കർത്താവ് നോക്കുമ്പോൾ നിങ്ങളൊക്കെ എന്റെ മക്കളല്ലേ, എന്റെ അടുത്ത് ഒന്ന് ഇരുന്നൂടെ, ഞാൻ പറഞ്ഞു തരാം ദൈവം. അപ്പോ പ്രാർത്ഥിക്കണം, ശരീരങ്ങളെ യാഗമായി അർപ്പിക്കണം, മനസ്സ് പുതുക്കം പ്രാപിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ടവരാകണം. ദൈവം പറയണേ, ഞാൻ പറഞ്ഞുതരാം. എന്ത് പറഞ്ഞുതരാം? പൂർണ്ണപ്രസാദമുള്ള ദൈവം. അതറിയാനൊരു ആകാംക്ഷ ഉണ്ടോ? നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടോ? എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പൂർണ്ണപ്രസാദമുള്ള ദൈവത്തെ എനിക്കറിയണം, എനിക്കതിൽ നടക്കണം, എൻ്റെ പിതാവ് പ്രസാദിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ദൈവമക്കളുണ്ടോ? ആരും കാണത്തില്ല. ദൈവത്തെ പിതാവായിട്ട് രുചിച്ചറിഞ്ഞ ആരും കാണത്തില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് ദൈവം ഇത് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ആത്മീയന്മാരായിട്ട് നടക്കാൻ പറ്റും. എന്ത് ചെയ്യണം? ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുക, മനസ്സ് വചനത്താൽ പുതുക്കം പ്രാപിച്ച് ലോകത്തിൽ നിന്ന് അകന്ന് അനുരൂപത പ്രാപിക്കാതെ, അല്ലെ, കർത്താവിന്റെ വഴിയിൽ നടക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയും. നമുക്ക് ഈ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മനസ്സലിവുകൾ ഓർമ്മിപ്പിച്ച അപ്പോസ്തലൻ പറയുകയാണ്, പ്രായോഗികതലത്തിൽ കർത്താവിനോടുള്ള നമ്മുടെ ഒന്നാമത്തെ പ്രതികരണം യുക്തമായ ആരാധന, ലോജിക്കൽ വർഷിപ്പ് എന്തായിരിക്കണം? ശരീരങ്ങളുടെ ഉടമസ്ഥാവകാശം കർത്താവിന് കൊടുക്കണം. ജീവനുള്ള യാഗം. ഞാൻ മരിച്ചിട്ടില്ലേലും എനിക്ക് ഈ ശരീരം കൊണ്ട് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ടെങ്കിലും ഞാനൊരു മരിച്ചവനെ പോലെ എൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം അവന് കൊടുക്കും. വിശുദ്ധമായതായിരിക്കും എൻ്റെ ഈ യാഗം. പാപത്തിനോ ലോകത്തിനോ സ്വന്തം ഹിതത്തിനോ സ്വയനീതി പ്രവർത്തിക്കുന്ന മതഭ്രാന്തിനോ ഒന്നും ഞാൻ ഈ ശരീരം കൊടുക്കുകയില്ല. ഇത് ശുദ്ധമായ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു യാഗമായിരിക്കും. എൻ്റെ ശരീരം ഞാൻ അങ്ങേക്ക് തരുന്ന കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ മന്ദിരമായിട്ട് കാത്തു സൂക്ഷിച്ച് മനസ്സ് പുതുക്കം പ്രാപിച്ച് അങ്ങയുടെ തിരുഹിതം ഇന്നതെന്ന് തിരിച്ചറിയുന്ന പ്രാഗൽഭ്യമുള്ള ആത്മീക കൃത്യതയുള്ള ഭക്തനായിട്ട് ഞാൻ വളരുമെന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഇത്രത്തോളം നീ ഞങ്ങളെ സ്നേഹിച്ചു. വെറുതെ ഞങ്ങളുടെ പാപം ക്ഷമിച്ചെന്ന് മാത്രമല്ല കർത്താവെ, പാപം ക്ഷമിക്കുവാൻ ഏതറ്റം വരെ അങ്ങ് പോയി കർത്താവെ. അങ്ങയുടെ സ്വന്തം പുത്രനെ അങ്ങ് കുരുതി കൊടുത്തു കർത്താവെ.
രക്തം ചീന്തി ഏറ്റവും മാനഹീനമായ ഒരു മരണം കൽപ്പിച്ചു. എല്ലാവരുടെയും മുൻപിൽ ലജ്ജാപാത്രമായിട്ട് അപമാനിക്കപ്പെട്ട അങ്ങയുടെ പുത്രൻ, മഹത്വത്തിന്റെ പുത്രൻ മരിക്കുവാൻ വരെ അങ്ങ് കൽപ്പിച്ച് അതിലൂടെ ഞങ്ങൾ കർത്താവേ, നന്ദി കെട്ടവരായ ഞങ്ങൾക്ക് ഇത്രത്തോളം ദാനങ്ങൾ കർത്താവേ, നീതീകരണം, പാപക്ഷമ, പരിശുദ്ധാത്മ നിറവ്, നിത്യത, സ്വർഗം എല്ലാം പകർന്നു തന്നല്ലോ കർത്താവ്. ഈ മനസ്സലിവ് ഞങ്ങൾ മറന്നുപോയി കർത്താവ്, ഞങ്ങളോട് ക്ഷമിക്കണം. എപ്പോഴും ഓർക്കുവാനും ഞങ്ങളുടെ ഹൃദയകാഠിന്യമെല്ലാം അലിഞ്ഞു പോയിട്ട് ഞങ്ങൾ സ്വമേധം ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങേക്ക് യാഗമായി അർപ്പിക്കുന്ന ഈ പ്രബോധനം ഏറ്റെടുത്ത് യുക്തമായ ആരാധന കഴിക്കുന്ന ഭക്തന്മാരാകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്ന് കേട്ടതുപോലെ സമർപ്പിക്കപ്പെട്ട ശരീരങ്ങൾ കൊണ്ടും രൂപാന്തരപ്പെടുന്ന മനസ്സുകൊണ്ടും അങ്ങയുടെ പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് തിരഞ്ഞെടുത്ത് അനുസരിക്കുന്ന നല്ല മക്കളാകുവാൻ ഞങ്ങളേവരെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി ഞങ്ങളുടെ നടപ്പിൽ രൂപാന്തരമായിട്ടത് ഉളവായി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മാനവ മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.